ഓഗി ആൻഡ് കോക്രോച്ച് ഫാമിലിക്ക് സ്വാഗതം. ബാഗ് ഇന്നത്തെ പണം കാണും, നോക്കട്ടെ ബാഗിനകത്ത് പണം ഉണ്ടോന്ന്. അയ്യോ അയ്യോ, ബാഗ് മേളിൽ പോയല്ലോ. ഹലോ, എടാ പറ്റലുകളെ, നീ എൻ്റെ ബാഗ് എടുത്തല്ലേ, ഇപ്പം ശരിയാക്കി തരാടാ. അയ്യോ അമ്മ മാഗ്നറ്റ് ഉണ്ട്. മര്യാദയ്ക്ക് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ട് പഠിച്ചണം. A²=B². സാറ് പഠിപ്പിക്കേ, ഞങ്ങൾ തിന്നോണ്ടിരിക്കും. ഇവന്മാരെൻ്റെ എന്നെ പോലെ പഠിപ്പിച്ചാവാത്തേ. ഞാൻ പഠിത്തം മാത്രം മുഖ്യം. ഹലോ, ഒരു പേന തരുമോ? ശേടാ, പേന ഇല്ലാത്തോട്ടാണ് ഞാൻ പഠിക്കാത്തത്. ശേടാ, ഇവൻ്റെ തള്ള കാരണം എൻ്റെ തലയിലെന്തോ വീണ്. അയ്യോ അയ്യോ അയ്യോ. എടാ മോനെ, ഈ കണക്ക് ചെയ്. എനിക്കറിയില്ല. അല്ല സാറേ, കേട്ടോ സാറേ, ഞങ്ങൾ ലേറ്റായി. പഠിക്കേണ്ട പിള്ളേർ നേരത്തെ വരും. കണക്ക് പുറത്ത് സാറേ, 5+4 72 അല്ല. അതെനിക്കും അറിയാം. മര്യാദയ്ക്ക് കണക്ക് ചെയ്തിട്ട് പോടോ. അത് പിന്നെ 72 22. അല്ല സാർ, 72 അല്ല. ഞാനിനിയിപ്പോൾ എന്തോ എഴുതി വെക്കുമോ എൻ്റെ ദൈവമേ. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു എൻ്റെ സാറ്. എടോ മുഴക്കരുതേ, പഠിക്കാനല്ലേ വന്നേ? ഓ, ഞാൻ അപ്പുറത്തുള്ളവൻ്റെ അടുത്ത് ഉത്തരം ചോദിച്ചെഴുതുമായിരുന്നു. അതായിരുന്നു എനിക്ക് ശീലം. പക്ഷേ ആ മെമ്മിടിക്കനായതുകൊണ്ട് അവൻ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടുമായിരുന്നു. അവൻ കണക്കിൽ പുതിയായിരുന്നേ. അവനെല്ലാം പഠിച്ച് വലിയ ആളായി. ഞാൻ മാത്രം ഇതേപോലെ ഉഴപ്പിയിരുന്നു. അങ്ങനെ സ്കൂളിലെ പഠിത്തം നിർത്തി പോയതാണ്. അന്ന് പോകാൻ നോക്കിയപ്പോഴും സാറെന്നെ പൊക്കി. എനിക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല. എന്തിരുന്നാലും മടുത്ത ജീവിതം. ഒടുക്കത്തെ മാത്സ് ചെയ്ത് മടുത്ത് ഞാൻ.